ആ തുളസി ഒരു പാഠം പഠിപ്പിക്കണം. ആ കറി കൊണ്ട് തന്നപ്പോ പോലും എടി പൊടിന്ന് എന്നെ വിളിച്ചത്. നീ എന്റെ മരുമകളാവേണ്ടവളാ, അതായത് ഈ ദേവമംഗലത്തെ ദുർഗയുടെ മരുമകൾ. അതെ ആന്റി. ആ സ്ഥാനം നിനക്ക് ഞാൻ എപ്പോഴേ തന്നു. ഓക്കേ. അതെ, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും 100 പേരുടെ വീറും വാശിയും നീ കാണിക്കണം. കരയുന്ന പെണ്ണുങ്ങളെ കണ്ണുനീര് പോലെ അലിഞ്ഞു തീരുകയുള്ളൂ. തുളസിയുടെ വാക്കുകളെ നീ നേരിടേണ്ടത് പ്രവൃത്തിയിലൂടെയാ. എങ്കിലേ എനിക്ക് നിന്നെ ബോധിക്കൂ. ഇങ്ങനെ കരഞ്ഞാലേ നിനക്കൊരിക്കലും തുളസിയെ നേരിടാൻ പറ്റില്ല. അവളുടെ അഹങ്കാരത്തിന് കടിഞ്ഞാണിടേണ്ടത് നീയാ. നോക്കിക്കോ, അവളെ കൊണ്ട് നിന്റെ കാല് പിടിപ്പിക്കും. വാ, ഈ ഡ്രസ്സൊക്കെ എടുത്ത് അലമാരി വെക്ക്. ആദിയുടെ ഹൃദയത്തിൽ ആതിരയ്ക്കൊരു ഇടം. അതായിരിക്കണം നിന്റെ ലക്ഷ്യം. നിനക്ക് വീട്ടിൽ വന്ന് അച്ഛനെ തൊടിയിച്ചാൽ എന്താ? അവിടെ വരാനും എന്റെ മാമന്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കാനും പേടിയുണ്ടായിട്ടൊന്നുമല്ല. എങ്കി വാ, വീട്ടിൽ പോ. വേണ്ട, നിന്റെ അമ്മ ഉണ്ടല്ലോ, എന്റെ ദുർഗമ്മ, അവര് വല്ലതും പറയും. അത് കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരും. ഞാനും വല്ലതും പറയും. വെറുതെ എന്തിനാ നല്ലൊരു ദിവസം ഞാൻ കാരണം കൊളവാക്കുന്നത്? കുറെ ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ ഇന്ന് ഡ്യൂട്ടിക്ക് കയറുക. മാമന് വേണ്ടി അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാമനെ കാണുക എന്നുള്ള ആവശ്യം എന്നേക്കാൾ കൂടുതൽ എന്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് നിന്റെ വീട്ടിലേക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കയല്ലേ? എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ഏതെങ്കിലും കാലത്ത് എല്ലാം ശരിയാവുന്ന കരുതാം. എവിടെ ശരിയാവാൻ? പട്ടിയുടെ വാലിന്റെ അവസ്ഥയാ നിന്റെ അമ്മയുടെ സ്വഭാവത്തിന്. എങ്ങനെ സഹിക്കുന്നടാ നീ അവരെ? അമ്മയ്ക്ക് കുറച്ച് വാശിയുണ്ട്, അത് കാര്യമാക്കാതിരുന്നാ മതി. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്തിനാ വേറെ കുഴപ്പം? അത് തന്നെ ധാരാളം. ദുർഗാമ്മയായിരുന്നു എന്റെ അമ്മയെങ്കിൽ ഞാൻ എന്നേ നാട് വിട്ടേനെ. ഓ, നിന്നെ സമ്മതിക്കണം മോനെ. നിന്റെ അമ്മയായിരുന്നു എന്റെ അമ്മയെങ്കിൽ നീ നാട് വിടുവായിരുന്നോ? ഇല്ല. പിന്നെ എത്ര നന്നായിരുന്നു എന്ന് ആലോചിക്കായിരുന്നു. അങ്ങനെ ദുരാഗ്രഹം പാടില്ല മോനെ. അതിനൊക്കെ പുണ്യം ചെയ്യണം, എങ്കിലേ എന്റെ അമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടൂ. നീ കഴിഞ്ഞ ജന്മത്തില് ഏതാണ്ട് വലിയ പാപം ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനത്തിന് അമ്മയായിട്ട് കിട്ടില്ലല്ലോ. എന്റെ അമ്മയെ കുറ്റപ്പെടുത്തിയാ മതി കേട്ടോ. കുറ്റപ്പെടുത്തിയതല്ലടാ, എന്റെ മാമന്റെ അസുഖം ശരിക്കും ഭേദമായിട്ടില്ല. എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ മാമൻ ഡ്യൂട്ടിക്ക് പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? നിന്റെ അമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റാത്തോണ്ട് തന്നെയാ. അങ്ങനെയൊന്നും പറയരുത് തുളസി. പറയുന്നതാണോ? എന്റെ പാവ മാമനെ എത്രമാത്രം പീഡിപ്പിക്കുന്നുണ്ട് നിന്റെ അമ്മ. അച്ഛനിറങ്ങുമ്പോ ആന്റിയെ ശകുനം കാണുന്ന പതിവുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. എന്താമേ? അവളിങ്ങോട്ട് വരുവോ? വന്നില്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കാണും, എന്നിട്ട് പോ. അതാ നല്ലത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ ഡോക്ടറെ വിളിപ്പിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നേക്കണം. പിന്നെ അധികം ആലോചിച്ച് തല പുണ്ണാക്കാനൊന്നും നിൽക്കരുത്. കീഴ് ജോലിക്കാരുണ്ടല്ലോ, അവരെ ഏൽപ്പിക്കാലോ ബുദ്ധിമുട്ടുള്ള ജോലികളെല്ലാം. ഓക്കെ, ഇനി വല്ലതുണ്ടോ? കളിയാക്കണ്ട. അവിടെ എത്തിയാ നിന്റെ സ്വഭാവം മാറുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പറയുന്നേ. എന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം ഉണ്ടാവാൻ അമ്മേ? എവിടെ പോയാലും ഞാൻ അമ്മയുടെ ഈ മോൻ തന്നെ അല്ലേ? എന്തൊക്കെ പറയും. യൂണിഫോം ഇട്ട് കഴിഞ്ഞാ നീ പുലിയാണെന്ന് എനിക്കറിയാം. അതൊക്കെ വെറുതെ പറയുന്ന. അല്ല, നിന്നെ എനിക്കറിയില്ലേ. ഇവിടെ പൂച്ച, പുറത്തിറങ്ങിയ പുലി. ചുമ്മാ. ആ, ഇറങ്ങിക്കോ, ഇനി വൈകണ്ട. വേണ്ട മോളെ, അമ്മ പേടിക്കണ്ട. ദുർഗമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നിന്നോടാര് പറഞ്ഞു? പൊന്നാങ്ങളെ കച്ചമുറുക്കി പടപ്പുറപ്പാടിന് ഇറങ്ങുമ്പോ ഈ കുഞ്ഞുപെങ്ങള് ശകുനം നിക്കണ്ടേ?
അതൊക്കെ പഴയ പതിവല്ലേ. ഇന്നും ആ പതിവ് തെറ്റിക്കണ്ട. തെറ്റിക്കുന്നതല്ലോ, യോഗ ഇല്ലഞ്ഞിട്ടല്ലേ. ഇപ്പൊ തോന്നുന്നില്ല അമ്മയ്ക്ക് ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അമ്മയുടെ കയ്യും പിടിച്ച് ദേവമംഗലത്തെ വീടിന്റെ നടുമുറ്റത്ത് കൊണ്ട് നിർത്തിയേനെന്ന്? എനിക്ക് ആൺകുട്ടി തന്നെയാണല്ലോ. ഏ എന്താ പറഞ്ഞേ? അത് പിന്നെ നീ ഉള്ളപ്പം വേറൊരു ആൺകുട്ടി വേണം എനിക്ക്. അതാണ്. എന്നാ വേഗം റെഡി ആയിക്കോ. എവിടേക്കാ? മാമൻ ഇറങ്ങുമ്പോ ശകുനായിട്ട് അമ്മ അവിടെ വേണം. അത് നടക്കും. ഞാൻ മാമന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാമൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗേറ്റിന് പുറത്ത് റോഡിൽ ചെന്ന് നിന്നാ മതി. അമ്മയെ കണ്ടിട്ടേ മാമ പോവുള്ളൂ. അതെയോ? അതെ. ഈ തുളസി മോളല്ലേ പറയുന്നേ? ദുർഗേച്ചി കണ്ടാലോ? കാണില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മാമൻ എനിക്ക് മെസ്സേജ് അയക്കും. അതിനുശേഷം നമ്മൾ അവിടെ ചെന്ന് നിന്നാ മതി. ഏട്ടനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. അമ്മയ്ക്ക് ആൺകുട്ടിയെ കിട്ടാത്തതിന്റെ സങ്കടം ഇപ്പൊ കഴിഞ്ഞില്ലേ? എനിക്ക് അങ്ങനെ ഒരു സങ്കടവും ഇല്ല. ആണായാലും പെണ്ണായാലും നിന്നെ പോലെ ആവണം. ദേ പ്രോത്സാഹിപ്പിക്കല്ലേ, ഞാൻ റൗഡിയായി പോവും. ആവശ്യത്തിലധികം ദുഷ്പേര് ഇപ്പോഴേ ഉണ്ട്. ഇനി അമ്മയും കൂടി പ്രോത്സാഹിപ്പിച്ച് എന്നെ വഷളാക്കാതിരുന്നാ മതി. അയ്യടി ചെല്ല്. ആദര ഒന്നിനെ കൊള്ളാത്തവളാന്നൊരു ചിന്ത ആന്റിക്ക് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെ? നിന്നെ ഞാൻ സമ്മതിച്ചേക്കുന്നു. ഇത്രയും കാലമായിട്ട് എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാ നീ എനിക്ക് സാധിച്ചു തന്നത്. നോക്കിക്കോ, ഇനി ആന്റിയെ കൊണ്ട് സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും ആദര സാധിച്ചു തരും. എനിക്ക് അതിനുള്ള നല്ല ബുദ്ധിയുണ്ട്. ക്ലാസ്സിലുള്ള എല്ലാവരും പറയും എന്ത്? എനിക്ക് ഭയങ്കര ബുദ്ധിയാന്ന്. അനിയത്തിയെ ശകുനം കണ്ടിറങ്ങാൻ നോമ്പ് നോറ്റിരുന്ന പ്രസാദേട്ടന്റെ ആശയാണ് ഇപ്പൊ നിരാശയായി മാറിയത്. അത് മാത്രല്ല ആന്റി, അങ്കിൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഓടി വന്ന് മുന്നിൽ നിക്കണമെന്ന് കരുതിയ തുളസിയുടെ അമ്മ, അവരുടെ സ്ഥിതി ഇപ്പൊ എന്തായിരിക്കും? ആങ്ങളെ ആരതി ഒഴിയാനായി കയ്യില് പ്രസാദവുമായിട്ട് ഓടി വരാൻ കാത്തിരുന്നതാവും. രണ്ടിനെ ഞാൻ കോമ്പൗണ്ട് വാളിനകത്തിട്ട് പൂട്ടി. ഇനി ഞാൻ ചെന്ന് ലോക്ക് അഴിച്ച് മാറ്റാതെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ, നീ ഇനി അവിടേക്ക് ചെല്ലാനും പൂട്ട് തുറന്നു കൊടുക്കാനൊന്നും പോണ്ട. അയ്യോ, അത് പറ്റില്ല ആന്റി. അതെന്താ പറ്റാത്തത്? ആ ലോക്ക് നമ്മുടെ വർക്ക് ഏരിയയിൽ ഉണ്ടായിരുന്ന ലോക്കും ചെയിനുവാ. ആ, അത് പോന്നെങ്കി പോട്ടെ. അതെ, നീ ഇപ്പൊ അവിടേക്ക് ചെന്ന തുളസി നിന്നെ കൈയോടെ പിടികൂടും. അവളുടെ കയ്യിൽ പെട്ട എല്ലാ ദേഷ്യവും കൂടെ നിന്റെ മേത്ത് അവള് തീർത്തു. അവൾ എന്നെ അടിക്കോ? ചെലപ്പോ അടിച്ചെന്നും വരും. എന്നാ ഞാൻ പോവില്ല. പക്ഷേ എന്താ? ആ ലോക്ക് അഴിച്ചില്ലെങ്കിൽ ജയനങ്ങള് വന്ന പ്രശ്നം ഉണ്ടാക്കില്ലേ? ലോക്കെല്ലാം തുളസി എങ്ങനെയെങ്കിലും അഴിച്ചോളും. ഇല്ലെങ്കിൽ ജയം വന്ന് ആരെങ്കിലും വിളിച്ചഴിപ്പിച്ചോളും. നമ്മൾ ഇനി ആ കാര്യത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. ഓക്കെ ആന്റി, ആന്റി പറഞ്ഞ എല്ലാം ഞാൻ അനുസരിക്കും. ഇന്ന് പ്രസാദേട്ടന് നല്ല ദിവസമാണെന്നുള്ള ഒറ്റ പ്രാർത്ഥന ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നല്ല ദിവസമായിരിക്കും. കാരണം എന്നെയാണല്ലോ അങ്കിള് ശകുനം കണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ അതെ, അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥന. പക്ഷെ ആദ്യമായിട്ട് വന്നെന്നെ തള്ളി മാറ്റില്ലേ? അതില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. അത് നന്നായി. നന്നായെന്നോ? ആന്റി എന്തായി പറയുന്നേ? പ്രസാദേട്ടൻ ഇന്ന് നല്ല ദിവസമാണെങ്കിൽ അത് നിന്നെ ശകുനം കണ്ട് ഇറങ്ങിയതുകൊണ്ടാണെന്ന് പറയാം. അതല്ല, പ്രസാദേട്ടന് മോശം ദിവസമാണെങ്കിൽ നിന്നെ തള്ളി മാറ്റിയതുകൊണ്ടാണെന്ന് പറയാം. ഓ, ഗുഡ് ഐഡിയ. മുത്തശ്ശി, അയ്യോ 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 മുത്തശ്ശി, അയ്യോ എന്താ? എന്താ മുത്തശ്ശി? വല്ലതും പറ്റിയോ മുത്തശ്ശി? ഇല്ല ഇല്ല. തുളസി മോളായിരുന്നോ? പിന്നെ ആരാന്ന് വിചാരിച്ചേ? ദൈവമാണെന്നോ? വല്ലതും പറ്റിയോ? പ്രസാദ് ഇന്ന് ഡ്യൂട്ടിക്ക് പോയിരിക്കല്ലേ. ക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകൾ നടത്താന്ന് വിചാരിച്ചു. തിരിച്ചു വരുന്ന വഴി ഒന്ന് വീഴാനായിട്ട് പോയി. മോള എന്നെ പിടിച്ചത്. ഇവളില്ലായിരുന്നെങ്കിൽ. ആ, ഫ്ലാഷ് ബാക്ക് ഒക്കെ നമുക്ക് പിന്നെ പറയാം. മുത്തശ്ശി വാ. അതെ, അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം ദുർഗേച്ചോട് പറഞ്ഞിരുന്നോ? ഇല്ല, അവൾ അറിഞ്ഞ പിന്നെ അത് മതിയാവും.
മുത്തശ്ശി വേറെ എവിടേക്കും അല്ലല്ലോ, സ്വന്തം മകളുടെ അടുത്തേക്കല്ലേ വന്നത്. അത് തന്നെയാവും ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ, പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരട്ടെ. രാവിലെ ഇവിടെ കാട്ടിക്കൂട്ടിയതും എല്ലാം കൂടി കണക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഭൂതത്തിന്. രാവിലെ ദുർഗ ഇവിടെ വന്നിരുന്നോ? ആ, വരാതെ ഇവിടത്തെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവില്ലല്ലോ. ഗേറ്റ് പൂട്ടിയോ? ആര്? ദുർഗയോ? അത് പിന്നെ ഞാൻ ഇന്ന് ഏട്ടനെ കാണാൻ അവിടേക്ക് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാവും. അല്ല, ചെയ്തത് ദുർഗിച്ച് തന്നെയാണോന്ന് ഉറപ്പൊന്നുമില്ലമ്മേ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, വേറെ ആരും ഇവിടെ വന്ന് ഇവിടത്തെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിട്ട് പൂട്ടില്ല. അമ്മ മാമനെ കാണാൻ പോവരുത്. അതിനുവേണ്ടി ദുർഗാമ്മയുടെ ദുർബുദ്ധിയിൽ ഉദിച്ച സൂത്രമായത്. നിനക്ക് പ്രസാദിനെ കാണാൻ പറ്റിയിട്ടില്ലെന്നറിയാം. ദുർഗ അതിനെ സമ്മതിക്കാത്തതിന്റെ വിഷമം എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഇങ്ങനൊരു പണി ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ, ദുർഗാമ്മ ഇങ്ങനെ ചെയ്യുള്ളൂ. മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ മരുമകളെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. ഏട്ടൻ എന്നെ കുറെ നേരം റോഡിൽ കാത്തു നിന്നിട്ടുണ്ടാവും. എനിക്കിവിടുന്ന് പുറത്തു കിടക്കാൻ കഴിയണ്ടേ? ഈശ്വര, കഷ്ടം. മുത്തശ്ശി അകത്തേക്ക് നടക്ക്, വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്തിരുന്ന് പറയാം. വീടിന്റെ ഗേറ്റ് ആരോ മുമ്പിൽ നിന്ന് ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു. അതവള് ആരെയോ കൂട്ടിക്കൊണ്ടുപോയി തുറപ്പിക്കുകയും ചെയ്തല്ലോ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് മറ്റാരോ എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോ എല്ലാം ദുർഗയുടെ പണിയാവും. അതൊന്നും കാര്യമാക്കണ്ട. അതന്നെയാ എനിക്കും പറയാനുള്ളത്. ഒന്നും കാര്യാക്കണ്ട. പ്രിയ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. എനിക്കും വിഷമം തോന്നി. അവളെ കാണണമെന്ന് വിചാരിച്ചിറങ്ങിയതാണല്ലോ ഞാനും. സാരമില്ല. ഏതെങ്കിലും കാലത്ത് ദുർഗേച്ചിയുടെ വാശിയും പിണക്കമൊക്കെ മാറുമെന്ന് വിചാരിക്കാം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും. എല്ലാം ശരിയാവും പ്രസാ. അതെ, ജയൻ തുളസി മോളെ പഠിക്കാൻ വിടണം. അവളോട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറയൂ. അവൾ അതിന് റെഡിയായിട്ടിരിക്കുക. അതെയോ? അത് നന്നായി. ആദിക്ക് ഉടനെ തന്നെ ഒരു ജോലി ശരിയാവാൻ സാധ്യതയുണ്ട്. അവരെ രണ്ടുപേരെയും ഇങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല. ശരിയാ. നാളെ കുടുംബം നോക്കേണ്ടവരാ. ഒരു കാര്യഗൗരവവും ഇല്ലാതെ ഉഴപ്പി നടക്കാൻ പാടില്ല. ഇപ്പോഴല്ലേ പ്രസാ അവർക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയുള്ളൂ. അവരുടെ പ്രായം അതല്ലേ. ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്തു വേണേലും ആവട്ടെ, നീ പോയേ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. വിട്ടിത്തും കാണിക്കല്ലേ ചേച്ചി. ആ തള്ളയെ ഒഴിവാക്കാൻ ഇതിനും നല്ലൊരു ചാൻസ് ഇനി കിട്ടാനില്ല. ഒഴിവാക്കുകയല്ല, അമ്മയെ കൂടെ നിർത്തുകയാ വേണ്ടത്. എന്തായാലും 2 ദിവസം കൂടി അവരവിടെ നിൽക്കട്ടെ. അത് പറ്റില്ല. രുക്മിണി അമ്മയ്ക്ക് തനിച്ചിങ്ങോട്ട് വന്നാലെന്താ? തുളസിയുടെ കൂടെ തൃക്കോട്ടൂർ അമ്പലം വരെ പോയതല്ലേ. ആ, എന്നിട്ടാ 5 മിനിറ്റ് തികച്ചും വേണ്ടാത്ത ഇവിടേക്ക് വരാൻ വയ്യാത്തത്. ചിലപ്പോ വീഴ്ചയിൽ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഓ, ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. മോളും മരുമോനും പേരക്കുട്ടിയായിട്ടേ ഇപ്പൊ കഥ പറഞ്ഞ് രസിക്കുന്നുണ്ടാവും ആ തള്ള. അവരങ്ങനെ രസിക്കണ്ട. ആ കഥ പറച്ചില് നമുക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ടാ അമ്മയെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരുന്നതിനേക്കാൾ നല്ലത് ചേച്ചി തന്നെ പോകുന്നതാ. എനിക്ക് ആ പ്രിയയുടെ മുഖം കാണുമ്പോൾ ദേഷ്യം വരും. ആ കുട്ടിപ്പിശാചം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഞാൻ പോയി വിളിച്ചാലൊന്നേ രുക്മിണിയമ്മ വരില്ല. അതെന്താ? പ്രിയയും ജയനും ചിലപ്പോ അമ്മയെ എന്റെ കൂടെ പറഞ്ഞു വിട്ടില്ലാന്ന് വരും. ചേച്ചിയാവുമ്പോ അവരൊന്നും മറുത്തു പറയില്ല. അതുകൊണ്ട് ചേച്ചി തന്നെ പോയി വിളിച്ചോണ്ട് വരുന്നതാവും നല്ലത്. ഞാൻ എന്താ ചേച്ചിയുടെ കൂടെ അവരെ അമ്മയെ പറഞ്ഞു വിടില്ലേ? അവരുടെ സമ്മതം ആർക്ക് വേണം? അമ്മ വരും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. അതുകൊണ്ടെന്തായി? കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം എനിക്ക് പ്രിയയുടെയും തുളസിയുടെയും കൂടെ കഴിയാൻ പറ്റി. ആദ്യം അവിടെ വന്നിരുന്നല്ലേ? വന്നിരുന്നു എന്ന് മാത്രമല്ല, അവൻ തുളസിയെ അടുക്കളയിൽ സഹായിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോ മനസ്സിലോരോ ആശകള്. എന്റെ പൊട്ട മനസ്സല്ലേ. ദിവാസ്വപ്നങ്ങൾ കണ്ട് ഞാനൊരു വഴിക്കായി. ബന്ധങ്ങൾ വീതിച്ചു പോകാതിരിക്കാൻ വേണ്ടിയല്ല, ആദ്യം തുളസി ഒന്നിക്കണം. അത് കാണാനുള്ള ഭാഗ്യം
ഭഗവാൻ എനിക്ക് തരുമോ എന്തോ. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ അമ്മേ. അതെ, അവരെ ഒന്നിപ്പിക്കണമെങ്കിൽ ആദ്യം ആതിരെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ആ കുട്ടി എന്തിനാ വെറുതെ ആദ്യമോനെ ചുറ്റിപ്പറ്റി ഇവിടെ കഴിയുന്നത്? ദുർഗയുടെ വാശി അല്ലാതെ മറ്റെന്താ? ആതിരെ പറഞ്ഞയക്കണം. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, വെറുതെ എന്തിനൊരു തർക്കം കരുതിയിട്ടാ ഒന്നും പറയാതിരിക്കുന്ന. എന്റെ മോൻ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അതൊന്നും സാരമില്ലമ്മേ. എന്നെങ്കിലും ദുർഗയ്ക്ക് നല്ല ബുദ്ധി തോന്നും. നീ പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ. ഇന്നത്തെ നിന്റെ പോലീസ് വിശേഷമൊക്കെ ചോദിക്കാനുണ്ട്. എനിക്ക് ഒരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു. എന്താ സർ? സംഭവം സീരിയസാ സർ. ആ അജാസിന്റെ ആളുകള് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അറിയാം സർ. അതിനുവേണ്ട നീക്കങ്ങൾ ഇവിടെ നിന്ന് നടത്തിയിട്ടുണ്ട് സർ. ഇത്തവണ അവർ ഇറങ്ങിയിട്ടുള്ളത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രതികാരം? അതെ, അവരുടെ തലവനെ വകവരുത്തിയവന്റെ ഫാമിലിയെ ഇല്ലാതാക്കുക. അതാണേ. സർ, അപ്പോ സംശയിക്കണ്ട. ആ അജാസിനെ ഷൂട്ട് ചെയ്ത നമ്മുടെ പോലീസ് ഓഫീസറല്ലേ ജയശീലനാണോ അവര് ലക്ഷ്യം വെക്കുന്നത് സർ? നോ, പിന്നെ അയാളുടെ മകളെ. തുളസി മോളെ? യെസ്. ഇവിടേക്ക് വന്ന കോൾ നമ്പർ സൈബർ സെൽ ചെക്ക് ചെയ്യുന്നുണ്ട്. സർ, ചിലപ്പോ ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി. ആ കോളിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും എസ് പിയുടെ ഓഫീസിലേക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കോള് വരണമെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. സർ, ഇനി എന്ത് ചെയ്യും സർ? ഒരു ഭീകരന്റെ ഭീഷണിയിൽ പതറിപ്പോകേണ്ടവരല്ല പോലീസുകാർ. അവന്റെ ഭീഷണി നേരിടണം വേണ്ട വിധത്തിൽ. യെസ് സർ. എന്തായാലും ആ കുട്ടിയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. ശരി സർ. എല്ലാവരോടും ഒന്ന് അലർട്ടായിട്ടിരിക്കാൻ പറയണം സർ. പിന്നെ ആ ജയശീലിനെ വിളിച്ച് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. സർ. ഓക്കെ 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 സർ. സിറ്റിയിൽ തീവ്രവാദികളുടെ ഗ്യാങ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞതല്ലേ? ഇത് അതുപോലെയല്ല. പിന്നെ അവര് പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കുക. എന്നുവെച്ചാ അജാസിനെ കൊന്നവരോടുള്ള പക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോ ലക്ഷ്യം എനിക്ക് നേരെയാവും. ഞാനാണല്ലോ അയാളെ ഇല്ലാതാക്കിയത്. എടോ, തനിക്ക് എന്താ പേടിയില്ലേ? ജനിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം മരിക്കും. അത് തീവ്രവാദികളോട് പടവെട്ടിട്ടാണെങ്കിൽ വീരമൃത്യു വരിക്കാമല്ലോ. ഇതത്ര നിസ്സാര കാര്യമല്ല ജയ. ഞാൻ എന്തിനു പേടിക്കണം പ്രസാദ്? ആകെയുള്ള ടെൻഷൻ തുളസിമോളുടെ കാര്യത്തിലായിരുന്നു. അവളെ നമ്മുടെ ആദിമോൻ കെട്ടുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് എനിക്കിനി ഒന്നും നോക്കാനില്ല. പ്രസാദ്, ആ ചാർജ് എനിക്ക് എഴുതിത്താ. തീവ്രവാദികൾക്ക് എന്റെ ചോരയാണ് വേണ്ടതെങ്കിൽ നാടിനു വേണ്ടി അത് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. എടോ, എന്റെയോ തന്റെയോ ചോര കൊണ്ട് അടങ്ങുന്നതായിരുന്നു അവരുടെ പകയെങ്കിലേ നമുക്കത് അവർക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ അവർക്ക് എന്താണ് ആവശ്യം? കാശാണോ? അതിനാണെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരെയോ ബിസിനസ്സുകാരെയോ നോക്കുന്നതല്ലേ അവർക്ക് നല്ലത്. അജാസ് അവരുടെ ഗ്യാങ് ലീഡറാ. അയാളെ കൊന്നതിനുള്ള പ്രതികാരമാ അവർക്ക് വീട്ടേണ്ടത്. എന്നെയും പ്രസയും അല്ലെങ്കിൽ അവർക്ക് പിന്നെ ആരെയാ വേണ്ടത്? തുളസി. നോ, കൊല ചെയ്യലല്ല നമുക്ക് ആവശ്യം, കിഡ്നാപ്പിംഗ്. കൊല്ലണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവളുടെ അച്ഛനല്ലേ അജാസിനെ ഇല്ലാതാക്കിയത്, പിന്നെ അവളെ കിട്ടിയിട്ട് എന്തിനാ? उसको तकलीफ करने के लिए उसका बेटी मरना चाहिए. अपना लोग का नुकसान का दर्द उसको मालूम होना चाहिए, उसको दिखाना भी चाहिए. तुलसी मर गया तो दो आदमी को दर्द होता है, जयशीलन और एसीपी कृष्ण प्रसाद. वो सब उसने किया है, एसीपी कृष्ण प्रसाद. उसका दर्द मुझे देखना चाहिए. എല്ലാം നടക്കും. 2 ദിവസത്തിനകം ACP കൃഷ്ണപ്രസാദിനെയും ജയശീലിനെയും നടക്കുന്ന ആ വാർത്ത അവരറിയും. തുളസിയുടെ മിസ്സിംഗ്, അതല്ലെങ്കിൽ മരണം.
അവളെ ജീവനോടെ വേണോ അതോ उसको जिंदा चाहिए। ആ പേപ്പേഴ്സ് ഒക്കെ അയച്ചില്ലേ? അയച്ചു സർ. ആ ശരി. ആ സർ, അവള് വീട്ടിലാണ്. സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് സർ. സിറ്റി പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ സർ. ഹലോ. ആ, നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ആ, വീട്ടിലുണ്ട്. തുളസി മോളോ? ആ, അവള് ഇവിടെ ഇവിടെ ഉണ്ട് പ്രസാദ്. ആ ആ എസ് പിയുടെ കോൾ ഉണ്ടായിരുന്നു. കാര്യങ്ങള് നമ്മൾ വിചാരിച്ചാലും സീരിയസാ. ഇനി എന്ത് ചെയ്യും? നല്ലതുപോലെ സൂക്ഷിക്കണം. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. പിന്നെ തുളസി മോളെ തനിച്ച് ഒന്നിനും പുറത്തേക്ക് വിടണ്ട. എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതെയല്ല. പിന്നെ പോലീസുകാരുടെ വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോ എനിക്ക് എല്ലാ സമയവും അവളുടെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം തുളസിയെ പുറത്തേക്കൊന്ന് വിടാതിരുന്നാ മതി. താൻ പ്രിയോട് കാര്യം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. ആ, നന്നായി. അവളോട് എങ്ങനെ പറയുന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ. പറയാതിരുന്നാൽ ശരിയാവില്ല. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അവളുടെ ശ്രദ്ധ വേണമല്ലോ. യെസ്. തുളസിയും വിവരം അറിഞ്ഞിട്ടുണ്ട്. അതെയോ? അത് പിന്നെ കുഴപ്പമാവില്ലേ? പറയണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പ്രിയയോട് പറയുന്നത് അവള് കേട്ടാണെന്ന് തോന്നുന്നു. അവള് ടെൻഷനായിട്ടുണ്ടാവും. അവൾക്ക് ഒരു ടെൻഷനും ഇല്ല. സത്യം പറഞ്ഞ എന്നെയും പ്രിയയെ ആശ്വസിപ്പിച്ചത് അവളാ. ഒന്നും നിസ്സാരമായിട്ട് കാണരുതെന്ന് അവളോട് പറയണം. ആ, ഞാൻ വിളിക്കാം. ശരി. ഈശ്വര. ഏട്ടനാണോ വിളിച്ചത്? ഏട്ടൻ എന്താ പറയുന്നേ? തുളസിമോളുടെ കാര്യത്തില് നല്ല ശ്രദ്ധ വേണമെന്ന് പറയായിരുന്നു. എന്നാ പിന്നെ ഏട്ടനോട് തന്നെ അവളോടൊന്ന് വിളിച്ചു പറയാൻ പറഞ്ഞുകൂടായിരുന്നു? പ്രസ് അവിടെ ഏതോ തിരക്കിലാണ്. കുറച്ചു കഴിഞ്ഞ് വിളിക്കും. മോളെവിടെ? അവള് പുറത്തു പോയിരിക്ക. പുറത്തു പോവേ? ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ അവളെ പറഞ്ഞു വിട്ടത്? പറഞ്ഞു വിട്ടതല്ല, അവള് പോയതല്ലേ. അവളുടെ ഒരു കാര്യത്തിലും നമ്മൾ അരുതെന്ന് പറയാറില്ലല്ലോ. തുളസി മോളെ തനിച്ച് പുറത്തു വിടരുതെന്ന് പറഞ്ഞ് പ്രസ് ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. അയ്യോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആ കാര്യങ്ങള്. ഈശ്വര, ചേട്ടാ, ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. നീ ടെൻഷൻ അടിക്കാതെ. ജയേട്ടാ, ഞാൻ അവളെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. അതാ നല്ലത്. അവള് ഏത് ഫ്രണ്ടിന്റെ അടുത്താ പോയിന്ന് പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വരാന്നും പറഞ്ഞു പോയതാ. ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. നിനക്കറിയാലോ, അമ്മയുടെ മുമ്പില് എന്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയില്ല. അത് ദുർഗാമ്മയ്ക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. എനിക്കറിയാം. പക്ഷെ ഞാനൊരു മനുഷ്യനാണെന്ന പരിഗണന പോലും അമ്മ എനിക്ക് തരാറില്ല. മകനാണെന്ന പരിഗണനയാ ദുർഗാമ്മ നിനക്ക് തരുന്നത്. അതല്ലേ വലിയ കാര്യം. ഞാനൊരു മകൻ മാത്രമല്ലല്ലോ. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ദുർഗാമ്മയ്ക്ക് നിന്നോട് ഇഷ്ടം മാത്രമല്ല, ചില കടമകളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്മ വിചാരിക്കുന്ന വഴിക്ക് തന്നെ ഞാൻ പോണെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? ഇതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ക്ഷേത്രത്തില് പൂജ കഴിപ്പിച്ചത് നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ? എല്ലാം അമ്മയുടെ മംഗളപ്പച്ചിടാൻ തന്ത്രം. അവരുടെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. എടാ, അവരെന്തൊക്കെ തന്ത്രം കാണിച്ചാലും നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും മറക്കാൻ കഴിയുമോ? നമ്മളെ തമ്മിൽ അകറ്റണം. അതാ അവരുടെ പ്ലാൻ.
അതിനു വേണ്ടിയുള്ള കളികൾ ഇതെല്ലാം. അവര് കളിക്കട്ടെ, എവിടം വരെ കളിക്കും നമുക്ക് നോക്കാലോ. എനിക്ക് പേടിയുണ്ട്. എന്തിന്? അവര് നിന്നെ കൊണ്ട് ആതിരെ കല്യാണം കഴിപ്പിക്കുന്നോ? ഹേ, അതൊന്നും ഒരിക്കലും നടക്കില്ല. പിന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുവെന്ന്. എന്നെ നഷ്ടപ്പെട്ടാൽ എന്താ? നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവൂലേ? ആതിര നല്ലൊരു കുട്ടിയല്ലേ? എന്റെ നല്ല ജീവിതം അത് നിന്നോടൊപ്പം അല്ലാതെ ഉണ്ടാവില്ല. നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും നന്നായിട്ടറിയാം. തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിലെ ഇഷ്ടവും അതിന്റെ ആഴവും നമുക്കറിയാം. പിന്നെ എന്തിനാടാ നീ പേടിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞാ നീ അനുസരിക്കൂ? ഒളിച്ചോടാനാണോ? അല്ല. പിന്നെ ആദ്യം സമ്മതിക്കൂന്ന് പറ. നീ കാര്യം പറ. ഇതിലൊന്ന് ഞാൻ നിന്റെ വിരലിൽ അണിയിക്കും, മറ്റേത് നീ എന്റെ വിരലിലും അണിയിക്കണം. നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്താ ഗാന്ധർവ വിവാഹമോ? വിവാഹമോ മോതിരം മാറ്റൽ ചടങ്ങോ അല്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ പിന്നെ എന്താ നിന്റെ മനസ്സിൽ? എനിക്ക് മനസ്സമാധാനം വേണം. അമ്മയും മംഗളപ്പച്ചിയും എന്തൊക്കെ കുരുട്ടുബുദ്ധികൾ പ്രയോഗിച്ചാലും എനിക്ക് നിന്നെ നഷ്ടമാവരുത്. അതിന് എനിക്ക് എന്നെ തന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എടാ, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലല്ലോ. നമ്മൾ തമ്മിൽ അകറ്റാൻ വേണ്ടി അമ്മ ഏതറ്റം വരെ വേണമെങ്കിലും പോയെന്നിരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ഈ മോതിരം നിന്റെ വിരലിലിടണോ? നീ ആ മോതിരം എന്റെ വിരലിലും അണിയിക്കണം. കാര്യം കഴിഞ്ഞില്ലേ? അത്രയെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാൽ എന്റെ പുതുമണവാളൻ ആ മോതിര വിരലിങ്ങോട്ട് നീട്ടിക്കേ.